ശ്രീ ജോജി കെ അലക്സ്, CPM-ഉം കോൺഗ്രസും എന്ന് പറയുന്നത് രണ്ടല്ല ഒന്ന് തന്നെയാണ്. ഇക്കാര്യമാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ വാർത്താ സമ്മേളനത്തിൽ വളരെ കൃത്യമായി ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ അപ്പുറത്തെ വാളയാറിന് പുറത്തേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഇവിടെ നിങ്ങൾ BJP-യെ ചെറുക്കാൻ വേണ്ടി ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്ന കാഴ്ചകൾ കുറേ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ വളരെ കൃത്യമായി കോൺഗ്രസും CPM-ഉം ഒന്നാണ്, രണ്ടല്ല എന്ന് BJP പറയുകയാണ്. ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു ഡീൽ മറയ്ക്കാനുള്ള ശ്രമമല്ലേ യഥാർത്ഥത്തിൽ? മാഡം, ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വരുന്ന 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഐക്യജനാധിപത്യ മുന്നണിക്ക് തികഞ്ഞ ആത്മവിശ്വാസമാണ് ഉള്ളത്. നിങ്ങൾക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ നടന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പാകട്ടെ, പാർലമെന്റ് തെരഞ്ഞെടുപ്പാകട്ടെ, ഏറ്റവും അവസാനം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാകട്ടെ, ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഗംഭീര വിജയം കരസ്ഥമാക്കി തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി ചുരുങ്ങിയത് 100 സീറ്റിൽ ഞങ്ങൾ പിടിച്ചുകൊണ്ട് അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരുമായും ഒരു വർഗീയ ശക്തികളുമായിട്ട് ഒരു തരത്തിലുള്ള കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ജമാഅത്തെ ഇസ്ലാമി വർഗീയ ശക്തിയല്ലേ? SDPI വർഗീയ ശക്തിയല്ലേ? എവിടെയാണ് SDPIയോട് കോൺഗ്രസ് കേരളത്തിൽ കൂട്ടുകൂടിയിട്ടുള്ളത്? ജമാഅത്തെ ഇസ്ലാമിയുടെ സഹകരണം നിങ്ങൾക്കില്ലേ? പിന്തുണ നിങ്ങൾക്കില്ലേ? ജമാഅത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ ഓരോ പാർട്ടികളും അവർ പിന്തുണ പ്രഖ്യാപിക്കും എന്ന് പറയുമ്പോ ആ പിന്തുണ വേണ്ട എന്ന് നിങ്ങൾ പറയോ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കാശ്മീരിൽ ഒരു നിലയ്ക്കും BJP-ക്ക് കൂടാൻ പറ്റാത്ത ഒരു പാർട്ടിയായിരുന്നല്ലോ കാശ്മീരിനെ. ഇത് പല ഘട്ടങ്ങളിൽ ചർച്ചയ്ക്ക് വന്നിട്ടുള്ള കാര്യമാണ് ശ്രീ ജോജി. ഈ വിഷയം അന്ന് മുതൽ ചർച്ചയ്ക്ക് വന്നതാണ്. കാശ്മീരിന്റെ പ്രത്യേക സാഹചര്യം നമുക്കറിയാം. കാശ്മീരിൽ ജനാധിപത്യ പ്രക്രിയയിലേക്ക് അവിടുത്തെ രീതികളെ കൊണ്ടുവരാൻ വേണ്ടി അവിടെ ചില കക്ഷികളുമായി കൂട്ടുചേരേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഇവിടെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കേരളത്തിലേക്ക് വരൂ. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി വർഗീയ ശക്തിയല്ലെന്നും അവർ മതരാഷ്ട്രവാദികളല്ല എന്നുള്ള നിലപാട് നിങ്ങൾക്കുണ്ടോ? ഇവിടെ അങ്ങനെയാണ് പറയുന്നത്, അവർ മതരാഷ്ട്രവാദികളൊന്നുമല്ല എന്ന്. ഐക്യ ജനാധിപത്യ മുന്നണിയിലുള്ള ഘടകകക്ഷികൾ ആരെല്ലാമെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയിൽപ്പെട്ട ഒന്നല്ല വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി. അവർ പിന്തുണ തരുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങളുടെ മുന്നണിയിൽ SDPI ഉണ്ടോ? ഞങ്ങളുടെ മുന്നണിയിൽ വെൽഫെയർ പാർട്ടി ഉണ്ടോ? ഇവരൊന്നുമില്ലാതെ തന്നെ ഈ കേരളത്തിൽ ഉജ്ജ്വല വിജയം ഞങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന വിഷയം നിങ്ങൾ പൂർത്തീകരിക്കാൻ തയ്യാറാകണം. ഇവിടെ കേരളത്തിലെ പ്രശ്നം എന്താ? ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അന്ന് മുതൽ പിണറായി വിജയൻ ഏതാണ്ട് സമനില തെറ്റിയ രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് 100% അറിയാം, ഈ സർക്കാർ ഇനി ഈ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ല. ഈ സംസ്ഥാനത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പൊ നമ്മളൊക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് പല കാലഘട്ടം വീക്ഷിച്ചിട്ടുള്ളവരാണ്. ഈ തെരഞ്ഞെടുപ്പിൽ CPM-ൽ നിന്ന് വിട്ടുപോയതുപോലെ അവരുടെ മുൻ MLA-മാരും നേതാക്കളും പാർട്ടിയെ ഉപേക്ഷിച്ചു പോയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മുൻ മന്ത്രി G. സുധാകരൻ, ആയിഷ പോറ്റി, PK ശശി, അജിത്ത്, S. രാജേന്ദ്രൻ, മുൻ MLA-മാരുടെ ഒരു നീണ്ട നിര തന്നെ പോവുകയാണ്. കണ്ണൂർ ജില്ലയിലെ CPM-ന്റെ ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ എന്ന് പറഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റി മെമ്പറോട് കിടപിടിക്കാൻ പറ്റുന്ന ആളാ. അവിടെ ജില്ലാ കമ്മിറ്റി മെമ്പർ കുഞ്ഞികൃഷ്ണൻ മാത്രമല്ല, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഗോവിന്ദൻ അടക്കമുള്ളവർ ആ പാർട്ടിയോട് വിട പറഞ്ഞ് പുറത്തേക്ക് പോയില്ലേ? അതിന്റെ പ്രതിഫലനം എങ്ങനെയാ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ.
ഈ സമൂഹമാകെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ഇന്നലെ CPM-ൽ നിന്ന് പിണറായി മാത്രമല്ല, വിജയൻ കോൺഗ്രസിൽ നിന്നും എത്രയോ പേർ, എത്രയോ വലിയ നേതാക്കളൊക്കെ ഇപ്പോൾ BJP-യിലേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പറവൂരിൽ BD സതീശനെതിരെ മത്സരിക്കുന്ന പ്രസന്ന, അവരുടെ ഒരു പശ്ചാത്തലം ഞാൻ അന്വേഷിച്ചിട്ടുണ്ടോ? പറഞ്ഞത് KPCC-യിൽ വലിയൊരു പോസ്റ്റിൽ ഇരുന്ന അവരാണ് BD സതീശനെതിരെ മത്സരിക്കുന്നത്. അങ്ങനെ കോൺഗ്രസിൽ നിന്നും വലിയ കൊഴിഞ്ഞുപോക്ക് BJP-യിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഈ പറയുന്നത് പോലെ കോൺഗ്രസും CPM-ഉം രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന തിരിച്ചറിവ് വന്ന ഒട്ടേറെ ആളുകൾ ഈ ഇരു പാർട്ടികളിൽ നിന്ന് BJP-യിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ വികസനത്തിനൊപ്പം നിലയുറപ്പിക്കുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങ് ഒരു സൈഡിൽ മാത്രം പറയാതെ. അത് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു വീക്ഷണമാണ്. കോൺഗ്രസും BJP CPM ഒന്നാണെങ്കിൽ ആ രണ്ട് പാർട്ടി രണ്ട് കൊടിയും പിടിച്ചടക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന വെറും സ്റ്റണ്ട് മാത്രമാണ്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ദേശീയ തലത്തിൽ പോരാടുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞാൻ ചോദിക്കട്ടെ, BJP-യുടെ ഏതെങ്കിലും ഒരു നേതാവ് നാളിതുവരെ CPM പിന്നെ മുക്ത ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ് ഈ രാജ്യത്ത് മുഴക്കുന്ന മുദ്രാവാക്യം എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതം എന്നാ പറയുന്നത്. അങ്ങനെ കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം ഒന്നാണെങ്കിൽ കോൺഗ്രസ് CPM മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം നിങ്ങളെന്താ മുന്നോട്ട് വെക്കാത്തത്? ഈ രാജ്യത്ത് BJP-ക്കെതിരെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ചെറുത്തു നിന്ന് പോരാടുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിനെ BJP-യുമായി മുദ്രാവാക്യത്തിന്റെ സത്യസന്ധതയൊന്നും നാട്ടുകാർക്ക് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും കോൺഗ്രസ് ഇപ്പോൾ എവിടെയൊക്കെ ഉണ്ട് എന്ന് തിരഞ്ഞു നോക്കേണ്ട അവസ്ഥയിലേക്ക് വരികയെന്ന്.